മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. അതായത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ആ അസുഖത്തെ നിയന്ത്രിക്കാനായിട്ട് ആൻറ്റിബയോട്ടിക്കൊക്കെ എടുക്കാറുണ്ട്. ഇനി ആൻറ്റിബയോട്ടിക് നമ്മൾ ചില അസുഖങ്ങളുടെ സമയത്ത് എടുക്കത്തില്ല, നമ്മൾ സ്കിപ്പ് ചെയ്യും, വേണ്ടെന്ന് വയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ പകുതിയെ കഴിച്ചുള്ളൂ, കുറച്ചേ എടുത്തുള്ളൂ. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഈ അസുഖം മൂലം ഉണ്ടായേക്കുന്ന അണുക്കളെ നിയന്ത്രിക്കാനായിട്ട് ബോഡി സ്വയം ഒരു ആൻറ്റിബോഡി ഉണ്ടാക്കും. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുന്ന ആൻറ്റിബോഡി പല സമയത്തും നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ തന്നെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കൺവേർട്ടഡ് ആകാറുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന അസുഖങ്ങൾക്കാണ് സ്വന്തമായിട്ട് ബോഡിയിൽ കൃത്യമായിട്ട് ആൻറ്റിബയോട്ടിക് എടുക്കാത്തത് കൊണ്ട് ബോഡി തന്നെ ഉണ്ടാക്കുന്ന ഒരു ആൻറ്റിബോഡിയാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾക്ക് കാരണമാകുന്നത്. അതാണ് അതിൻ്റെ ഒരു സംഭവം. പക്ഷേ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠനങ്ങൾ നടക്കുന്നതിൽ ക്ലാരിറ്റി ആയിട്ടില്ല. പക്ഷേ പൊതുവെ കണ്ടുവരുന്ന കാഴ്ചപ്പാട് അതാണ്. അതുകൊണ്ടാണ് ആൻറ്റിബയോട്ടിക്കുകൾ കൃത്യമായിട്ട് എടുക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം. അതായത് ചില അസുഖങ്ങൾക്ക് എടുക്കണം. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഒരു ആൻറ്റിബോഡി ബോഡിയുടെ തന്നെ ഒരു ആൻറ്റിബോഡി ബോഡി ഉണ്ടാക്കുന്നതാണ്. അത് നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നമ്മുടെ ന്യൂറോ സിസ്റ്റത്തെ ആക്രമിക്കുന്ന സംഭവമാണ് ഈ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഇത് തന്നെ ക്രോണിക് പ്രോഗ്രസീവ് ഡീജനറേറ്റീവ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. മനസ്സിലായോ? അത് ക്യാരക്ടറൈസ്ഡ് ബൈ ഡീമൈലിനേഷൻ ഓഫ് ന്യൂറോൺ. അതായത് ന്യൂറോൺ ആണല്ലോ നമ്മുടെ ഒരു നെർവിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം ന്യൂറോണിൻ്റെ മേളിൽ ഒരു ആക്സോൺ എന്ന് പറയുന്ന സംഭവമുണ്ട്. സെൽ ബോഡിയിൽ നിന്ന് നീണ്ടു കിടക്കുന്ന ആക്സോൺ. ഈ ആക്സോണിന് ചുറ്റും ഇങ്ങനെ കവർ ചെയ്ത് ഒരു പ്രൊട്ടക്റ്റീവ് ലൈനുണ്ട്. ഈ പ്രൊട്ടക്റ്റീവ് ലൈന് പറയുന്ന പേരാണ് മയാലിൻ ഷീത്ത്. അപ്പം ആ മയാലിൻ ഷീത്ത് ദ്രവിച്ചു പോവുകയാണ്. അതായത് ആ മയാലിൻ ഷീത്തിന് നിലനിൽക്കാൻ പറ്റാത്ത രീതിയിൽ ബോഡി ഒരു ആൻറ്റിബോഡീനെ ഉണ്ടാക്കി നശിപ്പിച്ച് കളയുന്ന പരിപാടിയാണ് ഈ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിൻ്റെ റീസൺ. മനസ്സിലായോ? അപ്പം ഇതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഇത് ബോഡി മുഴുവൻ ബാധിക്കും. മനസ്സിലായോ? ബോഡിയിൽ മുഴുവൻ ഇത് ബാധിക്കും. എവിടെയൊക്കെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബാധിക്കും, പെരിഫറയിൽ ബാധിക്കും, പെരിഫറൽ നെർവസ് സിസ്റ്റത്തെ ബാധിക്കും. എല്ലാത്തിൻ്റെയും ഈ ഔട്ടർ ലൈനായ മയാലിൻ ഷീത്തിനെയാണ് ഇത് ആക്രമിക്കുന്നത്. അപ്പം മയാലിൻ ഷീത്ത് എന്ന് പറയുന്ന ഇതിൻ്റെ ഈ പ്രൊട്ടക്റ്റീവ് കവറിങ് പോകുമ്പോൾ എന്ത് ചെയ്യും? സെല്ലിൽ കൂടി കൃത്യമായിട്ട് ന്യൂറോൺസിലൂടെ ഇലക്ട്രിക് പാസേജ് ഉണ്ടാകാതെ വരും. അപ്പം അങ്ങനെ വരുമ്പം സെല്ലിന് ഒരു സന്ദേശം പാസ് ചെയ്യാൻ കൂടുതൽ സമയം ആവശ്യം വരും, അല്ലെങ്കിൽ പല സന്ദേശങ്ങളും കൃത്യമായിട്ട് എത്തത്തില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ നെർവ് കൊളാപ്സ് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. കാരണം ഇതിൻ്റെ പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ് എടുത്ത് മാറ്റിയേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിന് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഉണ്ട്. അപ്പം ഏതൊക്കെ നെർവിനെയാണോ ഇത് അഫക്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ മാറി മറിഞ്ഞിരിക്കും. മനസ്സിലായോ? അതായത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഒപ്റ്റിക്കൽ നെർവിനെയാണ്, ഐ. അപ്പം ഒപ്റ്റിക്കൽ നെർവിനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ നെർവിൻ്റെ ഫങ്ഷൻ എന്താ? വിഷനാണ്. മനസ്സിലായോ? വിഷൻ കൃത്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. അതായത് ബ്ലഡ് വിഷൻ ഉണ്ടാകും, ഡിപ്ലോപ്പിയ, ഡബിൾ വിഷൻ ഉണ്ടാകും, ലോസ് ഓഫ് വിഷൻ, ചില സമയത്ത് വിഷൻ കാണത്തില്ല. പിന്നെ ട്രാൻസിയൻറ്റ് ബ്ലൈൻഡ്നെസ്, അതായത് കുറച്ച് നേരത്തേന് കാഴ്ച പോകുന്ന അവസ്ഥ. കാഴ്ചയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഡബിൾ വിഷൻ ഉണ്ടാകാം, ബ്ലഡ് വിഷൻ ഉണ്ടാക്കാം, ലോസ് ഓഫ് വിഷൻ ഉണ്ടാക്കാം, ട്രാൻസിയൻറ്റ് വിഷൻ, ബ്ലൈൻഡ്നെസ്. ഇത്രയും കാര്യങ്ങൾ ഒപ്റ്റിക്കൽ നെർവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്താണ് ട്രൊക്ലിയർ. ഈ ട്രൊക്ലിയർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? മൂവ്മെൻറ്റിനെയാണ് സഹായിക്കുന്നത്. അതായത് ഐബോളിൻ്റെ മൂവ്മെൻറ്റ്. മനസ്സിലായോ? അപ്പം ഐബോളിൻ്റെ മൂവ്മെൻറ്റ് പല രീതിയിലും അപ്വേർഡ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മൂവ്മെൻറ്റാണ് പ്രധാനമായിട്ട് ബാധിക്കുന്നത്. അപ്പം അത് കുറഞ്ഞു കഴിയുമ്പം എന്ത് സംഭവിക്കും? ഡിപ്ലോപ്പിയ, ഡബിൾ വിഷൻ ഉണ്ടാകും. കാരണം അങ്ങോട്ട് വയ്ക്കുമ്പോൾ അങ്ങോട്ട് പോകത്തില്ല, ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ ഇങ്ങോട്ട് പോകത്തില്ല. മനസ്സിലായി? അല്ല, അങ്ങനെ പോകുമ്പോൾ വേദന എടുക്കും. മനസ്സിലായോ? പിന്നെ അടുത്തതാണ് ഒക്കുലാ മോട്ടർ.
അതും ഈ ഐബോളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണേ. അപ്വേഡ് ഡൗൺവേഡ് ഡയറക്ഷനാണ്. അപ്പം അതിൻ്റെ പിന്നെ അത് തന്നെയല്ല, അതിന് ഒക്ലാമോട്ടറിന് ലെങ്സിനെ കൺട്രാക്റ്റും ചെയ്യുകയും വിഷൻ അക്കോമഡേഷനും ആയിട്ട് ബന്ധപ്പെട്ടു. എന്ന് വെച്ചാൽ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പം കണ്ണ് കൺട്രാക്റ്റഡായി ഡൈലേറ്റഡായി വിഷൻ ഫോക്കസ് അങ്ങനെയുള്ള പരിപാടിക്കാണ് ചെയ്യുന്നത്. അപ്പം ആ ഭാഗവും പ്രശ്നം ഉണ്ടാകും. അതായത് നൈസ്റ്റിഗ്മസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകും. പിന്നെ പ്യൂപ്പിൾ അബ്നോർമാലിറ്റി, അതായത് ഒരു കണ്ണിൻ്റെ കൺട്രാക്റ്റഡ് ആയിരിക്കും, മറ്റത് ഡൈലേറ്റഡ് ആയിട്ടിരിക്കും, ഒരെണ്ണം നോർമൽ ആയിരിക്കും, ഒരെണ്ണം സിവിയർലി കൺട്രാക്റ്റഡ് ആയിരിക്കും. അങ്ങനെ യൂണിലാറ്ററൽ പ്യൂപ്പിൾ ഡയലേഷനൊക്കെ ഉണ്ടാവും. പിന്നെ അടുത്താണ് വെസ്റ്റിബുലാർ കോക്ലിയർ, വെസ്റ്റിബുലോ കോക്ലിയർ. വെസ്റ്റിബുലോ കോക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെസ്റ്റിബുലോ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. വെസ്റ്റിബുലോ എന്ന് പറയുന്ന ഭാഗം അപ്പോൾ ബാലൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ലോസ് ഓഫ് കോർഡിനേഷൻ, അതായത് ബോഡിയുടെ അലൈൻമെൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ലോസ് ഓഫ് ബാലൻസ്, അറ്റ്ലാസിയ എന്ന് പറയും. പിന്നെ വെർട്ടിഗോ, അതായത് ഇന്നർ ചെവിയിൽ നിന്ന് ബാലൻസ് പോയി ആൾ വീഴുന്ന സംഭവമാണ്. അതിൻ്റെ ഒരു സെൻറ്ററാണ് ചെവിക്കുള്ളിൽ. പിന്നെ കോക്ലിയർ പോർഷനാണ് സംഭവം ഉണ്ടാകുന്നെങ്കിലോ ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, ഡെഫ്നെസ്, ഇത്രയും പ്രശ്നങ്ങൾ പേഷ്യൻറ്റിന് ഉണ്ടാവും. പിന്നെ അടുത്താണ് പെരിഫറൽ നെർവ്. അതായത് പെരിഫറൽ നെർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലേക്കും കാലയിലേക്കും സ്കിന്നിലേക്കും ഒക്കെ പോകുന്ന നെർവുകളാണ്. അപ്പം ആ നെർവിന് ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം നംനെസ് ഉണ്ടാവും, പിന്നെ ടിംഗ്ലിംഗ് ഉണ്ടാവും, അതായത് തട്ടിയാക്ലിംഗ് എന്ന് പറഞ്ഞ് അടിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ബേണിംഗ് സെൻസേഷൻ, അതായത് ഇവിടെ എന്തോ കുത്തിക്കയറുന്ന പോലത്തെ പെയിൻ പേഷ്യൻറ്റിനുണ്ടാവും. ഇതാണ് പെരിഫറൽ. പിന്നെ പെരിഫറൽ ന്യൂറൈറ്റീസ് ഉണ്ടാവും, നല്ല വേദന. കാരണം കയ്യിലൊക്കെ ആവശ്യമില്ലാതെ വേറെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഒന്നും ഇല്ലാതെ ഭയങ്കര വേദന, അങ്ങനെ ഉണ്ടാകുന്ന ന്യൂറൈറ്റീസ് ഉണ്ടാവും. പിന്നെ അടുത്ത സംഭവമാണ്, ഇതാണ് പെരിഫറൽ നെർവിനെ പ്രശ്നം ഉണ്ടെങ്കിൽ. പിന്നെ ഗ്ലാസ് ഓഫ് ഫാരഞ്ച്, അപ്പം അത് നമ്മുടെ ഫാരൻസും ലാറൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ കഴുത്തിലെ ഭാഗങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ മസിലുകളിലേക്കൊക്കെ പോയേക്കുന്ന അതിൻ്റെ വോളണ്ടറി കൺട്രോളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഭവങ്ങളാണ്. അപ്പം അതിന് ഡിമൈലിനേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡൈജഷൻ, സോളോവിങ്, ഡൈജഷന്, അങ്ങനെയുള്ള ഈ ഇവിടെ ആയിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം അങ്ങ് ഉണ്ടാവും. അതായത് നമുക്ക് സൗണ്ട് എടുക്കുക, സ്പീച്ച് ചെയ്യാൻ പറ്റാതാവുക, ഡിസ്ഫസിയ, ഡിഫിക്കൽട്ടി ഇൻ സ്പീച്ച്, ഡിഫിക്കൽട്ടി ഇൻ സോളോവിങ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം പേഷ്യൻറ്റ് ഉണ്ടാവും. പിന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് നമ്മുടെ തലയ്ക്കുള്ളിലെ പ്രശ്നമായിട്ട് എന്തെങ്കിലും ഉണ്ടാകുമെങ്കിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണെങ്കിൽ പിന്നെ യൂറിനറി റിട്ടൻഷൻ, യൂറിനറി ഇൻകോണ്ടിനൻസ്, ബൗൾ ഡിസ്ഫങ്ഷൻ, കോൺസ്റ്റിപ്പേഷൻ, പാരലൈറ്റിക് ഇലിയസ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. ഡൈജഷനും ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംഭവം ഉണ്ടാവും. പിന്നെ ഇതുപോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ബാധിക്കുന്നുണ്ടെങ്കിൽ വേറൊരു സംഭവങ്ങളുണ്ടാവും. ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാവും, കോഗ്നിറ്റീവ് അബ്നോർമാലിറ്റീസ് ഉണ്ടാവും, മെമ്മറി തിങ്കിങ് പ്രശ്നം ഉണ്ടാവും, ഡിപ്രഷൻ, അതായത് മാനസികപരമായിട്ടുള്ള കോൺഷ്യസും ബുദ്ധിയും ഇതൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾക്കെല്ലാം പ്രശ്നം ഉണ്ടാവും. അപ്പതി എന്ന് പറയും, അതിനോടും താല്പര്യമില്ലാത്ത അവസ്ഥ, ലാക്ക് ഓഫ് റിഫ്ലക്സ് ആക്ടിവിറ്റി, ഡിക്രീസ്ഡ് ഓർ ആബ്സെൻ്റ് ആബ്സെൻ്റ് ആയിരിക്കും, അതായത് റിഫ്ലക്സ് ആക്ടിവിറ്റിയൊക്കെ ആബ്സെൻ്റ് ആയിരിക്കും. പിന്നെ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്നതുകൊണ്ട് ഉണ്ടാവും. പിന്നെ സിവിയർ കണ്ടീഷനിൽ ഇതെല്ലാം വായിച്ച് പേഷ്യൻ്റ് നല്ല സിവിയർ സ്റ്റേജിലേക്ക് പോയി കഴിയുമ്പം പേഷ്യൻറ്റിന് ഭയങ്കര ഫറ്റീഗ് ആയിരിക്കും, എന്ത് ചെയ്താലും ക്ഷീണം. എന്നാൽ ആ ക്ഷീണത്തിനൊരു പ്രത്യേകത ഉണ്ട്, റെസ്റ്റ് എടുത്താൽ മാറുന്ന ക്ഷീണം, മനസ്സിലാക്കുക. കാരണം എന്തെടുത്താലും പേഷ്യൻറ്റിന് ഭയങ്കരമായിട്ട് എനർജി കൺസ്യൂം ആവും ബോഡിയിൽ. കാരണം ഇതിന് ഡിമൈലിനേഷൻ നടക്കുന്നതുകൊണ്ട്, എന്ന് വെച്ചാൽ പുറം ചട്ട ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഫറ്റീഗ് ആവും, മസിൽ വീക്ക്നെസ് ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ
അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് വരും. പിന്നെ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ പേഷ്യൻറ്റിന് ഇതിൻ്റെ ഒരു ക്ലിനിക്കൽ ഫീച്ചേഴ്സാണ്, ഇതിൻ്റെ മാത്രം ഒരു പ്രത്യേകതയായിട്ട് കാണിക്കുന്ന ഒരു സംഭവമാണ് ഉഫ്തോഫ്സ് എന്ന് പറയും. UHTHOFF ഉഫ്തോഫ് ഫിനോമിന. തോഫ്സ് ഫിനോമിന അങ്ങനെയാണ് അതിന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് ചൂടോ അല്ലെ എക്സസൈസോ ചെയ്യിക്കുമ്പം പേഷ്യൻറ്റിന് എല്ലാ ലക്ഷണങ്ങളും എല്ലാ സിംറ്റംസും വേഴ്സാവും. അതായത് ചൂടടിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പേഷ്യൻ്റ് എക്സസൈസോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ സിവിയർ ആവും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോഴോ അതായത് ഹീറ്റിനെ നമ്മൾ സമീപിക്കുമ്പോഴോ നമുക്ക് ഹ്യൂജ് എനർജി കൺസ്യൂം ആവും ബോഡിയിൽ. കാരണം ബോഡിയിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ആണ്. അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നാൽ നെർവുകൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പം നെർവ് അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പം ഈ പേഷ്യൻറ്റിന് ഭയങ്കരമായിട്ട് നെർവിൻ്റെ സന്ദേശം ഇമ്പൾസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പേഷ്യൻറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതിന് ഉഫ്തോഫ്സ് ഫിനോമിന എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. ഇനി ഇതിൻ്റെ ഡയഗ്നോസിസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അതായത് ഇത് അറിയുന്നത് മെയിനായിട്ട് ലംബാർ പഞ്ചറിലൂടെയാണ്. അപ്പം നമ്മൾ ലംബാർ പഞ്ചർ ചെയ്ത് CSF ചെക്ക് ചെയ്യുക. അതായത് IgG എന്ന് പറയും. അതായത് IgG ഈ CSF കൂടുതലായിരിക്കും. ഇമ്മ്യൂണോഗ്ലോബുലിൻ അത് CSF ഒരുപാട് കൂടുതലായിരിക്കും. പക്ഷേ അതിനനുസരിച്ച് ബ്ലഡിൽ ലോ ആയിരിക്കും. മനസ്സിലായി? ഇതാണ് ചെക്ക് ചെയ്തത്. IgG ബ്ലഡ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ബ്ലഡിൽ കുറവും സ്പൈനൽ ഫ്ലൂയിഡ് ഒരുപാട് കൂടുതലും ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസാണ്. മനസ്സിലാകും. പിന്നെ എൻസെഫലോഗ്രഫി EEG, അപ്പം അതിനകത്തും അബ്നോർമാലിറ്റീസ് കാണിക്കും. പിന്നെ MRI എടുക്കും. MRI എടുക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഈ പ്ലക്വേ പോലെ ഇത് പോയി ഇത് കാൽസിഫൈഡായി ഒരു പ്ലക്വേ പോലെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഡോട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം അത് ഡീമൈലിനേഷൻ ഉണ്ടായി നശിച്ച് മാറിക്കിടക്കുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോഴും MRIയിലൂടെയും അങ്ങനെ പ്ലക്വേ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ നോക്കിയാണ് ഇതിനെ ബാക്കി വിലയിരുത്തുന്നത്. ഏതൊക്കെ സിസ്റ്റത്തെ ബാധിച്ചു, അപ്പം എവിടെയൊക്കെ ബാധിച്ചു എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചാണ് അടുത്ത പ്രൊസീജിയറുകൾ നടത്തുന്നത്. പിന്നെ മെഡിക്കേഷൻ. ഇതിൻ്റെ മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ സ്റ്റിറോയിഡാണ്, കോർട്ടിക്കോസ്റ്റീറോയിഡാണ് ഇതിൻ്റെ ഒരു പ്രൈമറി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതായത് ബോഡി അധികം ഈ ഓട്ടോ ഇമ്മ്യൂൺ ഒരു ആൻറ്റിബോഡി ബോഡിയിലുണ്ടായി അതിനോട് അധികമായിട്ട് പ്രതികരിക്കരുതെന്ന് ബോഡിയെ തന്നെ നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുക ഇവിടെ. മനസ്സിലായോ? അപ്പം ഇമ്മ്യൂണിറ്റിനെ സപ്രസ് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. ആ ആൻറ്റിബയോട്ടിക്കെതിരെ ഒരുപാട് റിയാക്ട് ചെയ്യരുതെന്ന് ബോഡീനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് ഇനി ഗ്ലൂക്കോകോർട്ടിക്കോയിഡിൻ്റെ തെറാപ്പിയാണ് ഇനീഷ്യലായിട്ട് കൊടുക്കുന്നത്. അത് ചെയ്തിട്ട് ശരിയാകുന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മൾ സിംറ്റംസിലൊന്നും മാറ്റമില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അടുത്തൊരു പരിപാടിയാണ് പ്ലാസ്മ ഫെറസ് എന്ന് പറയും. അതായത് പ്ലാസ്മ ഫെറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോഡിയുടെ പ്ലാസ്മാനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പരിപാടിയാണ്. അതായത് നമ്മുടെ സ്വന്തം ശരീരത്തിലെ ബ്ലഡ് ഒരു പ്ലാസ്മ ഫെറസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ബ്ലഡിനെ പുറത്തെടുത്ത് ഡയാലിസിസ് പോലത്തെ ഒരു മെഷീനിൽ കയറ്റി പ്ലാസ്മേനെ ഫിൽട്ടർ ചെയ്ത് വീണ്ടും ബോഡിയിലേക്ക് തിരിച്ച് ഇഞ്ചക്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് പ്ലാസ്മ ഫെറസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഡോണർ പ്ലാസ്മ, നമ്മുടെ ബോഡിയിൽ നിന്ന് വേറൊരാളുടെ ബോഡിയിൽ നിന്ന് ഡോണർ പ്ലാസ്മ ഉപയോഗിച്ചും ഇത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതായത് പേഷ്യൻ്റ് അക്യൂട്ട് സ്റ്റേജിലായി ആദ്യമേ ഹോസ്പിറ്റലിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ IV ഇമ്മ്യൂണോ സപ്രസീവ്
തെറാപ്പിയാണ് നമ്മൾ ആദ്യമേ കൊടുക്കുന്നത്. അതിന് നമ്മൾ കൊടുക്കുന്ന സംഭവമാണ് ഇൻ്റർഫെറോൺ ബീറ്റ 1 അല്ലെങ്കിൽ ഇൻ്റർഫെറോൺ ബീറ്റ 1B. ഈ 2 മെഡിസിനുകളാണ് നമ്മൾ IV ആയിട്ട് ആദ്യമേ കൊടുക്കുന്നത്. അത് കൊടുത്തിട്ട് നമ്മൾ പതിയെ ഓറൽ ഇമ്മ്യൂണോ മോഡുലേറ്ററി ഡ്രഗിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഓറൽ ഇമ്മ്യൂണോ മോഡുലേറ്ററി ഡ്രഗ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഡൈമീഥൈൽ ഫ്യൂമറേറ്റ്, ഫിൻഗോളിമോഡ് ഇത് രണ്ടുമാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. ഫിൻഗോളിമോഡ്, ഡൈമെഥൈൽ ഫ്യൂമറേറ്റ്. പിന്നെ അടുത്തത് മോണോക്ലോണൽ ആൻറ്റിബഡി എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ കൊടുക്കാറുണ്ട്. അതായത് നറ്റാലിസുമാബ് എന്ന് പറയുന്ന മോണോക്ലോണൽ ആൻറ്റിബഡി നമ്മൾ കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന മെയിൻ ട്രീറ്റ്മെൻറ്റ്. പിന്നെ സിംറ്റം ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്. എന്തൊക്കെ സിംറ്റംസ് കാണിക്കുന്നോ, അതായത് അമിറ്റാഡിൻ ഫോർ ഫറ്റീഗ്, ഭയങ്കര ക്ഷീണമുള്ളതുകൊണ്ട് അമറ്റാഡിൻ എന്ന് പറയുന്ന ഒരു ഡ്രഗ് കൊടുക്കാറുണ്ട്. ന്യൂറോപ്പതിക് പെയിൻ, പേഷ്യൻ്റ് ഭയങ്കര പെയിൻ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഗ്യാബുപെൻറ്റിൻ എന്ന് പറയുന്ന മെഡിസിനും കൊടുക്കുന്നുണ്ട്. പിന്നെ ഡിപ്രഷൻ പേഷ്യൻ്റ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ, എല്ലാം സ്വന്തമായിട്ട് ആക്ടിവിറ്റികളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പേഷ്യൻ്റ് ഡിപ്രഷൻ ഉണ്ടാകും. അതിന് ആൻറ്റി ഡിപ്രസൻറ്റീവ് മെഡിസിനും അഡ്മിനിസ്റ്റർ ചെയ്യാറുണ്ട്. ഇനി നേഴ്സിംഗ് ഇൻ്റർവെൻഷനാണ്. എന്തെല്ലാം നേഴ്സിംഗ് ഇൻ്റർവെൻഷൻ നമ്മൾ ചെയ്യണമെന്നാണ് അറിയേണ്ടത്. അതായത് പ്രൊവൈഡ് എനർജി കൺസർവേഷൻ മെത്തേഡ്, അതായത് പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ നിന്ന് അധികം എനർജി പോകാത്ത രീതിയിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതായത് എക്സസൈസ് അധികം ചെയ്യിക്കരുത്, മനസ്സിലായോ? ഒരുപാട് ചൂട് അതുപോലുള്ള സന്ദർഭങ്ങളിലേക്ക് പേഷ്യൻറ്റിനെ അടുപ്പിക്കരുത്. നന്നായിട്ട് റെസ്റ്റ് കൊടുക്കണം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് പ്രൊട്ടക്റ്റ് ഫ്രം ദ ഇഞ്ചുറി, അതായത് പേഷ്യൻറ്റിന് എവിടെ വേണമെങ്കിലും തട്ടി വീണ് പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി ഇഞ്ചുറിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് മസിൽ വീക്ക്നെസ് ഒക്കെ അധികം ഉണ്ടാവും. പിന്നെ പേഷ്യൻറ്റിന് ഓൾറെഡി അറ്റാസിയ, ഈ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാവും. കാരണം കോക്ലിയർ നെർവിന് ഡാമേജ് ഉണ്ടെങ്കിൽ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട് പേഷ്യൻറ്റിന് വെസ്റ്റിബുലോ പാർട്ടുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് ബാലൻസ് പോകാനായിട്ടുള്ള സാധ്യതയൊക്കെയുണ്ട്. പിന്നെ ഐയുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്ലോപ്പിയൊക്കെ ഉണ്ടായി ബ്ലഡ് വിഷൻ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ തട്ടി വീഴാനും പിടിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. പിന്നെ പേഷ്യൻറ്റിന് സ്പീച്ച് തെറാപ്പിയും ഫിസിയോതെറാപ്പിയും കൊടുക്കണം. കാരണം സ്പീച്ച് തെറാപ്പി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ സ്പീച്ച് പേഷ്യൻറ്റിൻ്റെ പല ഭാഗങ്ങളും അനക്കാനും പിടിക്കാനും ഒക്കെ ഉള്ളതുകൊണ്ട് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായവും പേഷ്യൻറ്റിന് നന്നായിട്ട് ആവശ്യമുണ്ട്. പിന്നെ അസിസ്റ്റീവ് ഡിവൈസ്, അതായത് പേഷ്യൻറ്റിന് നടക്കാനും പിടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കെയിന്, സ്ട്രക്ചർ അതുപോലുള്ള വോക്കർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഡയറ്റാണ് പേഷ്യൻറ്റിന് പ്രധാനപ്പെട്ടത്. ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ലോ ഫാറ്റ്, ഹൈ ഫൈബർ ആൻഡ് പൊട്ടാസ്യം റിച്ച് ഫുഡാണ് പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. ആക്ടിവിറ്റി ലോ ആയതുകൊണ്ട് ഫാറ്റ് കുറച്ച് ഫാറ്റ് കൊടുക്കും. ഫൈബർ നന്നായിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ പേഷ്യൻറ്റ് തടയാൻ പറ്റും. പിന്നെ മസിൽ കൺട്രാക്ഷന് പ്രശ്നമുള്ളതുകൊണ്ട് പൊട്ടാസ്യം നന്നായിട്ട് ആഡ് ചെയ്യണം. അപ്പം ഇങ്ങനത്തെ ഈ ഡയറ്റാണ് പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. ലോ ഫാറ്റ്, ഹൈ ഫൈബർ, ഹൈ പൊട്ടാസ്യം ഡയറ്റ്. പിന്നെ ഹൈഡ്രേഷൻ സ്റ്റാറ്റസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നന്നായിട്ട് വെള്ളം കുടിക്കാൻ മധുപിണം. കാരണം 2 ഗുണങ്ങളാണ്. കാരണം ബോഡിയുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. അതുകൂടാതെ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനും പറ്റും. പിന്നെ സേഫ്റ്റി മെഷേഴ്സ് നല്ലതായിട്ട് ശ്രദ്ധിക്കണം. അതായത് പേഷ്യൻറ്റിന് ഹീറ്റ് ചിലപ്പം പെരിഫറൽ സെൻസേഷൻ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിലും വെള്ളമൊക്കെ ചൂടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹീറ്റിംഗ് പാഡൊക്കെ പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചൂട് കൂടുതലാണോ കുറവാണോ എന്നുള്ളതൊന്നും പേഷ്യൻറ്റിന് അറിയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പേഷ്യൻ്റ് ഹീറ്റിംഗ് പാടയിലിരുന്ന് കൈ പൊള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചൂടുവെള്ളത്തിൽ കൈയിട്ട് നോക്കുമ്പം
കൃത്യമായിട്ട് മനസ്സിലാകത്തില്ല. അപ്പം അതെടുത്ത് മേളിലേക്ക് ഒഴിക്കുമ്പോൾ മേൽ മുഴുവൻ പൊള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് പേഷ്യൻറ്റിൻ്റെ ടെമ്പറേച്ചർ സ്വന്തമായിട്ടൊരു തെർമോമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാവുന്നതാണ് നല്ലത് എന്ന് നമ്മൾ പേഷ്യൻറ്റിന് അഡ്വൈസ് കൊടുക്കണം. പിന്നെ പേഷ്യൻറ്റിൻ്റെ വഴിയിൽ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളും തുണിയും കാര്യങ്ങളും ഒന്നും ഇടരുത്. കാരണം പേഷ്യൻറ്റ് തട്ടി വീഴാനുള്ള സാധ്യത ഒരുപാട് ഉണ്ട്. പിന്നെ പേഷ്യൻറ്റിനെ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ മുഴുവൻ സപ്പോർട്ടും ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. പേഷ്യൻറ്റിനെ കൊണ്ട് തന്നെ എല്ലാ പ്രവൃത്തികളും പതിയെ ചെയ്യിച്ച് ഡെവലപ്ഡ് ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരാനാണ് നമ്മൾ സഹായിക്കേണ്ടത്. അല്ലാതെ നമ്മളെ ആശ്രയിച്ച് മൊത്തം നിൽക്കുന്ന രീതിയിലേക്ക് എടുക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ സഹായിക്കാൻ ആരും ഇല്ലാതെ വരുമ്പോൾ ഡിപ്രഷൻ ഉണ്ടാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇതാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിനെ കുറിച്ച് പൊതുവേ ഉള്ളത്.